ഇന്നൊരു ലേസി സാറ്റർഡേ മോർണിംഗ് ആണ്. ഓഫീസിൽ പോകാനില്ല, പക്ഷേ ഡെയിലി രാവിലെ നമ്മൾ ഒരേ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാവല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റു. 6 മണിക്ക് എണീറ്റിട്ട് റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും പോയില്ല, ബെഡിലിങ്ങനെ വെറുതെ കിടന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിസല്ലി ഉണ്ടായിരുന്നു, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഞാൻ ഇവിടേക്ക് റീലൊക്കേറ്റ് ചെയ്ത സമയത്ത് കുറേ സാധനങ്ങൾ ലുലുവിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ വാങ്ങിയതായിരുന്നു മിസല്ലി. എനിക്ക് അധികം കുക്കിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഫുഡില്ലാത്ത സിറ്റുവേഷൻ വന്നാൽ ഈസി ആയിട്ട് കഴിക്കാമല്ലോ വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യാറ്. അങ്ങനെ വലിയൊരു ഫ്ലോപ്പൊന്നും ആയിട്ടില്ല, അത്യാവശ്യം തട്ടിക്കൂട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ മിസല്ലി കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ പാലുമായിട്ട് മിക്സ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാമാർട്ടിലതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ, അതിപ്പോൾ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ശരി, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ആണെങ്കിലും ശരി, അതൊക്കെ വാച്ച്മാൻ്റെ കയ്യിൽ എത്തത്തുള്ളൂ. നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. ഇവിടെ ഡോർ ഡെലിവറി ലവ്ഡ് അല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വാങ്ങണം. ഇവിടെ ഇത്രയൊക്കെ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ അങ്ങ് അറ്റത്തുള്ള ലിഫ്റ്റിൽ പോയിട്ടാണ് താഴത്തേക്ക് സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും പുറത്ത് പോകണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങ് അറ്റത്തുള്ള ലിഫ്റ്റാണ്. കാരണം ആ ലിഫ്റ്റിൽ മിറർ നല്ല മിററാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ അറ്റം വരെ വരും, എന്നിട്ട് ഈ ലിഫ്റ്റിലാണ് താഴത്തേക്കും ഒക്കെ പോകാറ്. ഞാൻ പാല് മാത്രമല്ല ഓർഡർ ചെയ്ത 1-2 സാധനങ്ങളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ 200 രൂപയുടെ മേലെ ഓർഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി ഫീസ് 30 രൂപയാണ്. അപ്പം ഞാൻ 200 സംതിങ് റുപ്പീസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഡെലിവറി ചാർജ് 15 റുപ്പീസാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാമാർട്ടിൽ സാധനങ്ങൾക്കും കുറച്ച് റേറ്റ് കൂടുതലാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം വീട്ടിലുണ്ടാകുന്ന സമയത്ത് അങ്ങനെ സാധനങ്ങളൊന്നും പോയി വാങ്ങേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് വലുതായിട്ട് റേറ്റ് ഒന്നും നോക്കാറില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ സാധനങ്ങളുടെ വിലയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സാധനം ഓൾറെഡി ഡെലിവേർഡ് ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഇവിടെ വന്ന് സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്തുനിന്ന് അതെടുത്തിട്ട് നമുക്ക് മേലേക്ക് പോകാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ആകെ കുറച്ച് സാധനങ്ങളാണ്, 3-4 സാധനങ്ങളാണ് വാങ്ങിയത്. ഫസ്റ്റ് വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴമാണ്. കാരണം നേന്ത്രപ്പഴം ഞാൻ ഡെയിലി 2 കഴിക്കാറുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറ് ഫുള്ളാവും. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി തട്ടിക്കൂട്ടിയാൽ മതി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് അധികം കഴിക്കാറ്. പക്ഷേ ഇന്ന് എനിക്കത് വേണ്ട, ഇന്ന് എന്തായാലും മിസല്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട്. പിന്നെ ക്യാരറ്റ്, പാല്, പിന്നെ ഒരു ഫ്രൂട്ട് വാങ്ങി ഡ്രാഗൺ ഫ്രൂട്ടാണ്. പിന്നെ ഈ കവറൊക്കെ ഉണ്ടല്ലോ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. കാരണം നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാൻ ഇവിടെ നമുക്ക് കവറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ നേന്ത്രപ്പഴത്തിൻ്റെ പെട്ടിയാണ്. പിന്നെ കണ്ടോ അവിടെ റബ്ബർ ബാൻഡ്, ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. വീട്ടിലാകുമ്പോൾ ഇതൊന്നും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കില്ല, ഒക്കെ നമ്മൾ കളയത്തില്ലേ. ഇവിടെ അതൊക്കെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. എനിക്കറിയില്ല മിസല്ലിയിൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ടാണോ പാരാന്ന്. എന്തായാലും ഞാൻ പാല് തിളപ്പിക്കുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. മിസല്ലി ഞാൻ വാങ്ങിയത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. കാരണം ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് ടേസ്റ്റൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ചോക്ലേറ്റ് ആകുമ്പോൾ അത്യാവശ്യം ഒരു ടേസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുണ്ടാകുന്നു പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങിയത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തിളപ്പിച്ച പാല് പാരാം. ഞാൻ പ്രത്യേകം പറയുന്നു കേട്ടോ, തിളപ്പിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല പാല് പാരേണ്ടത്. പിന്നെ ആ റബ്ബർ ബാൻഡ് നേരത്തെ അവിടെ എടുത്ത് വെച്ചതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇങ്ങനെ റബ്ബർ ബാൻഡിൽ ഇട്ടിട്ടാണ് ഇതിലൊക്കെ വെക്കാറ്, ഫ്രിഡ്ജിലെ സാധനങ്ങൾ. കാരണം എല്ലാവരുടെയും സാധനങ്ങൾ ഉണ്ടാവില്ല, അപ്പം കുറച്ച് ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് വെക്കണം. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും വെക്കാതെയാണ് നമ്മൾ മാക്സിമം നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ചൂട് പാല് പാരാണ്. എനിക്കിത് കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഫില്ലിങ് തന്നെയാണ്, കാരണം നമുക്ക് വയറ് നിറയും ഇത് കഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്യുന്നത്. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കൊക്കെ ഇത് അറിയുന്നതും കഴിക്കുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം എന്തായാലും കഴിച്ചത്.